ഇതെൻ്റെ പഴയ ഐഫോൺ 7 ആണ്. ഞാനിത് 2017 മേടിച്ചതാണ്. 2017 ഇത്രയും വർഷം എൻ്റെ കൂടെ നിന്നു ഈ സാധനം. ഇപ്പോൾ അതിൻ്റെ വൈഫൈ വർക്ക് ചെയ്യുന്നില്ല, നെറ്റ് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ പല കംപ്ലൈൻറ്റുകളാണ്. ഞാൻ ഒന്ന് പ്രോസസ്സൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ പുതിയൊരു ഐഫോൺ 14 പ്രോ മേടിച്ചിട്ടുണ്ട്, 256 GB. ഇവിടെ അതിൻ്റെ വില 1,30,000 രൂപ വിലയാണ്. ഇത് ചേച്ചി കൊണ്ട് തന്നതാണ്. ഇത് ദുബായിൽ നിന്ന്. ഇവിടെയാണ് മേടിക്കാൻ പറ്റില്ല. ഇത് ദുബായിൽ നിന്ന് ലുലുവിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇന്നാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ ബില്ലാണിത്. ഇത് അവിടെ ഏതാണ്ട് 4,129 ദിറംസ് വരുന്നതാണ്. നമ്മുടെ ബില്ല് നമ്മൾ മാറ്റി വെച്ചേക്കാം. ഇതാണ് അതിൻ്റെ കവറ്. പഴയ പോലെ നമുക്ക് ചെറിയ കവറാണ്. നമുക്ക് പയ്യെ അൺബോക്സ് ചെയ്യാൻ നോക്കാം. ജോണ അൺബോക്സ് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്നാൽ ശരി, ജോണ ഒന്ന് തന്നെ ചെയ്യട്ടെ. പയ്യെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പർപ്പിൾ കളറാണ് എടുത്തത്. ഇതൊന്ന് പയ്യെ നമുക്ക് എടുക്കാം. ഇതിന് വേറെ നമ്മുടെ ചാർജർ കണക്ട് ചെയ്യാനുള്ള വയർ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ എനിക്ക് വന്ന് കുറച്ച് കോഡുണ്ട് അതിൻ്റെ അകത്ത്. മറ്റേ ഇത് മാത്രമേ വരുന്നത്. പഴയ നമ്മുടെ ഐഫോൺ ആയതുകൊണ്ട് അത് തന്നെ ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ സ്റ്റിക്കറോ അതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഏതാണ്ടുണ്ട്. അത് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ പിന്നുണ്ടെന്ന് തോന്നുന്നു. ഫോണ് സ്റ്റിക്കർ ഇതാണ്. പണ്ടത്തെ വലിയ കവറായിരുന്നു, ഇപ്പം ചെറിയ കവറാണ്. ഇനി ഇതിൻ്റെ ലിഡ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ജോണ തന്നെ ചെയ്യട്ടെ. പയ്യെ ഓപ്പൺ ചെയ്യട്ടെ. നമ്മളതിൻ്റെ കവറും സ്ക്രീൻ ഗാർഡൊന്നും മേടിച്ചില്ല. പയ്യെ ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. ഇത് പർപ്പിൾ കളറാണ്. ഇതിൻ്റെ എഡ്ജും സൈഡും എല്ലാം ഒരേ കളറാണ്. അത്യാവശ്യം ഇച്ചിരി ഹെവിയാണ്, എന്നാലും കുഴപ്പമില്ല. നല്ല ഫോണാണ്. നമ്മുടെ 15 ടൈറ്റാനിക്കാണ്. ഇത് സ്റ്റീലാണ്. ഞാൻ 14 ഇപ്പം മേടിച്ചതെന്നു വെച്ചാൽ 15 അത്ര പോരാന്നാണ് പറയുന്നത്. ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെയാണ്. ഇത് കണ്ടിട്ട് കുഴപ്പമില്ല. ഇനി പയ്യെ ഇതൊന്ന് ഓൺ ചെയ്തേക്കാം. ജോണായും കൂടെ കൂടി ഒന്ന് ഓൺ ചെയ്തേക്കാം. ഇത് പയ്യെ ഓണായി വരുന്നുണ്ട്. അതിൻ്റെ ബട്ടൺ എവിടെയാണെന്ന് നോക്കട്ടെ. അതെ, ഇത് പയ്യെ ഓണായിട്ടുണ്ട്. നമ്മുടെ പയ്യെ ഇനിയിപ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷും ഇതൊക്കെ സെലക്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ സ്ക്രീൻ ഗാർഡും നമ്മുടെ ബാക്ക് കവറും ഒക്കെ മേടിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി കണ്ടിട്ട് അത്യാവശ്യം ഹെവിയാണ്. എഡ്ജും സൈഡും എല്ലാം നല്ല പുതിയ കളറാണ്. പർപ്പിള് എനിക്കിഷ്ടപ്പെട്ടു. 256 GB ആണ്. അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ട്. ഇതിൻ്റെ ബാക്ക് കവറാണ്. ഇതിൻ്റെ ബാക്ക് കവറ് നമ്മളിതിന് മുമ്പ് ഇതിൻ്റെ കവർ കാണിച്ചില്ലായിരുന്നു. ഇത് മെയ്ഡ് ഇൻ USA ആണ്. നമ്മുടെ കവറ് ഇതിൻ്റെ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ജോണ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഐഫോൺ മേടിച്ചതിൽ ഹാപ്പിയാണ്. മറ്റേ ഫോൺ നമുക്ക് 7-8 വർഷം കൂടെ നിന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഐഫോൺ തന്നെ എടുത്തത്. അപ്പം നമ്മുടെ കൂടെ എല്ലാവരും